ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടിയിട്ട് ഈ ഒരു സ്ത്രീക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം. ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ? ഈ ഒരു ഹൈന്ദവ സഹോദരി സ്കൂളിലെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ എന്ന് ചൊല്ലിയാൽ മതി. ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടിയിട്ട് ഈ ഒരു സ്ത്രീക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം. സ്കൂളിലെ കുട്ടികളെ, ഹിന്ദു കുട്ടികളെ നിർബന്ധിപ്പിച്ച് മുസ്ലിങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിക്കുന്നു. ഇതെന്താ ഏതാ കഥയൊന്നും അറിയാതെയാണ് ഇവരാരാണ്, ഏത് സ്കൂളാണ്, ഏത് തരം സ്കൂളാണ്. ഇങ്ങനെ ഒരു ഹൈന്ദവ സഹോദരി ഒരു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഭക്ഷണം തിന്നുന്നേരം ബിസ്മില്ല, കുടിക്കുന്നേരം ബിസ്മില്ല, ആ ഒരു ബിസ്മില്ല അതിലേശം കൂട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ ഗംഭീരമായ സൈബർ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത്രയും അസഹിഷ്ണുത എന്തിനാണ്? ഇപ്പം സത്യത്തിൽ ഇതൊരു ഈ ഹിന്ദു കുട്ടികളെ നിർബന്ധിപ്പിച്ച ഒരു സർക്കാർ സ്കൂളിലെ ഒരു ടീച്ചറാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ. സത്യത്തിൽ ഇതൊരു മുസ്ലിം പ്രീ സ്കൂളിലെ അവിടുത്തെ ടീച്ചറാണ്. സ്വാഭാവികമായിട്ടും ആ സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചതിന് മുൻപ് ഇത് ചൊല്ലിയോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇതിനെന്താ പ്രശ്നമുള്ളത്? എന്താണ് ഒടുവിൽ ആ ജീവനക്കാരിക്ക് തന്നെ വന്ന് പറയേണ്ടി വന്ന സംഭവം എന്താണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടല്ല, എനിക്കിപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയാൻ തോന്നിയിട്ട് ഞാൻ വന്നതാണ് കേട്ടാ. എല്ലാവർക്കും കുറേ സംശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പിന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിയാണത്. അവര് പഠിക്കുമ്പോൾ ഞാനും കേട്ട് പഠിച്ച് അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിയാണത്. അപ്പൊ അതിന് ഒരുപാട് ബാഡ് കമന്റും ഒരുപാട് പേരെന്നെ ടാഗ് ചെയ്തിട്ടും ഇപ്പൊ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഇങ്ങനെ അങ്ങനെ ആക്കുന്നുണ്ടെന്നാ. പിന്നെ അതിൽ ഇസ്ലാമിക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇതിൽ എന്റെ ഇൻസ്റ്റാ ഐ ഡി തന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ കയറുമ്പോൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന. അപ്പോൾ അതുപോലെ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇത് എന്നാ പറയണ്ടേ, മനുഷ്യനെ അത്രമാത്രം തളർത്തുകയും പിന്നെ എന്നാ പറയണ്ടേ മാനസികമായി തളർത്തുകയും എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു അവസ്ഥയില്ലേ, അതാണത്. ഞാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടാല് എന്നാ പറയണ്ടേ, മുസ്ലിമായ കുട്ടികൾക്ക് ഹിന്ദുവായി ഞാനിങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നെ എന്നാ പറയണ്ടേ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത്. ഇത് ഒരുമാതിരി അപ്രീഷിയേറ്റ് ആയിപ്പോയി കേട്ടാ.